കണ്ണമാലി വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു വന്ന വഴി ഇവൻ ചോദിക്കാൻ കേട്ടോ, അമ്മ നമുക്കൊന്ന് ബീച്ചിൽ കയറിയാലെന്ന്. കുറേ നാളായിട്ടോ പുത്തൻതോട് ബീച്ചിൽ പോയിട്ട്. അങ്ങനെ ദേ അവിടെ ഇറങ്ങിയതാണ് ഇവൻ. ഇങ്ങനെ കടലൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മെയിൻ ഉദ്ദേശം ഈ ഊഞ്ഞാലാടില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എൻ്റെ വീട് വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആയത് കാരണം എന്ത് ചെയ്യുന്നു, മാങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടി അമ്മ വിളിച്ചു പറയുന്നുണ്ട്, ദേ കാന്താരി മുളക് കുറേ ഉണ്ടായിട്ടുണ്ട്, വേണമെങ്കിൽ പറിച്ചുകൊണ്ട് പോയിക്കോന്ന്. അമ്മ ഒരു പാത്രം എടുത്തുകൊണ്ട് വാ നമുക്ക് പറിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്ക് അമ്മ ദേ അതെല്ലാം പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ദേ വാവയാണെങ്കിൽ ഒരു പാത്രം കാണിച്ചു കൊടുക്കുന്നുണ്ട്, അമ്മാമ്മ ഇട്ടോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ദേ അവൻ ആ പാത്രത്തിലൊക്കെ അതേ പച്ചമുളകൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ദേ 2-3 മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണ് കുട്ടു വന്നിട്ട് എന്നോട് പറയേണ്ടത്, അമ്മ ഇത് കണ്ടത് ഇവിടെ കുറേ മാങ്ങ വീണ് കിടക്കുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞ് പിന്നെ അവന് കുറച്ച് മീനെ വേണമെന്ന് കുറേ ദിവസമായി പറയണത്. അപ്പോൾ എൻ്റെ അനിയനാണെങ്കിൽ ദേ ഇവിടെ കിണറ്റിലൊക്കെ കുറേ ഗപ്പീനെയൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ ഉദ്ദേശിച്ച ഒരു കളർ ഫിഷിനെ ആണെങ്കിൽ കിട്ടണമുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ദേ ഗപ്പീനെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഒരു ബൗളിലൊക്കെ ഇട്ടിട്ട് വെക്കാമെന്നാണ് ഇവൻ പറയണത്. അപ്പം ഞാനൊരു കുപ്പിയൊക്കെ സെറ്റാക്കി കൊടുത്തിട്ട് ഇതേ മീനിനെ അതിലിട്ട് വെക്കാൻ പോവാണ് കേട്ടോ. എടാ നീ മീനിനെയൊക്കെ നോക്കുമെന്ന് വെച്ചപ്പോൾ അമ്മേ ഞാൻ ഈ മീനിനെയൊക്കെ നല്ല സൂപ്പറായിട്ട് നോക്കുമെന്നാണ് ഇവൻ പറയണത്. ഇനി വീട്ടിൽ ചെന്നിട്ട് കണ്ടറിയാം മീനിൻ്റെ അവസ്ഥയൊക്കെ എന്താവുമെന്ന്.